ഓം ശ്രീ സായിരാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. അപ്പോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മിഥ്യ എന്നുള്ള ഭാഗമാണ്. അതായത് ദേഹധർമ്മത്തെ ആത്മധർമ്മമായി കണ്ടുകൊണ്ടിരിക്കുന്നു. അതാണ് വലിയൊരു മിഥ്യാത്വമായിട്ട് പറയുന്നത്. അപ്പോൾ ദേഹധർമ്മത്തെ എപ്പോഴും ആത്മധർമ്മമായി കാണുന്നു. അതെങ്ങനെ എന്നുള്ളതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ അജ്ഞാനം കൊണ്ട് നമ്മൾ തെറ്റായിട്ട് എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ മുമ്പിലുള്ള ധാരാളം ഉദാഹരണങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആചാര്യസ്വാമി നമ്മളെ ഈ തെറ്റായ നമ്മുടെ വിചാരത്തിൽ നിന്ന് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ബോധേന ഗച്ഛത പുംസ എന്നുള്ള ഭാഗം, വണ്ടിയിലിങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സ്പീഡിൽ പോകുമ്പോൾ ചുറ്റിലുമുള്ളതെല്ലാം സഞ്ചരിക്കുന്ന പോലെ തോന്നും. അത് വെറും തോന്നൽ മാത്രമാണ്, യാഥാർത്ഥ്യമല്ല എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി. അതുപോലെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മറ്റ് കാര്യങ്ങളെയെല്ലാം കാണണ്ടേ, ഇങ്ങനെ ജഗത്തിനെ കാണണ്ടേ എന്നൊക്കെ പറഞ്ഞു. അടുത്തത് ബുക്കിൽ ഉള്ളതുമായിട്ട് സ്വല്പം വ്യത്യാസമുണ്ട്. അടുത്ത ബുക്കില് ചക്ഷുർഭ്യാം എന്നുള്ളതാണ്. ഇവിടെ ഒരു ഓർഡറിൽ വ്യത്യാസമുണ്ട്. നമ്മളിവിടെ പഠിക്കുന്നത് പീതത്വം ഹി യഥാ ശുഭ്രേ ദോഷാദ്ഭവതി കസ്യചിത് തദ്വദാത്മനി ദേഹത്വം പശ്യത്യജ്ഞാനയോഗതഃ. പീതത്വം ഹി യഥാ ശുഭ്രേ ദോഷാദ്ഭവതി കസ്യചിത് തദ്വദാത്മനി ദേഹത്വം പശ്യത്യജ്ഞാനയോഗതഃ. എന്താ അവിടെ പറയുന്നേ? യഥാ ഏതുപോലെ, എவ்விധം, ശുഭ്രേ നല്ല വെണ്മയായ ഒരു വസ്തുവില്, വെളുത്ത ഒരു വസ്തുവില്, ശുഭ്രേ പീതത്വം എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറം. പീതത്വം എങ്ങനെയാണോ വെണ്മയായ ഒരു വസ്തുവില് പീതത്വം മഞ്ഞ നിറം നമ്മൾ കാണുന്നത് എങ്ങനെ? ദോഷവശാൽ, ദോഷാദ്ഭവതി, അതായത് നോട്ടത്തിന്റെ ദോഷം കൊണ്ടോ കണ്ണിന്റെ ദോഷം കൊണ്ടോ. നോട്ടത്തിന്റെ ദോഷവുമാകാം, കണ്ണിന്റെ ദോഷവുമാകാം. അങ്ങനെ നോക്കുമ്പോൾ ആ തെറ്റായൊരു നോട്ടം കൊണ്ട്, ഒരു ദോഷം, കണ്ണിന്റെ ഒരു ദോഷം കൊണ്ട് ആ വെണ്മയായ വസ്തു മഞ്ഞ നിറമായിട്ട് കാണുന്നു. വസ്തുവിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല, വസ്തു വെള്ള തന്നെ. പക്ഷെ അതിന്റെ നമുക്ക് കാണപ്പെടുന്ന എങ്ങനെയാ? മഞ്ഞയായിട്ട്. അതെന്തുകൊണ്ടാണ്? കണ്ണിന്റെ ദോഷം കൊണ്ട്. അങ്ങനെ ചിലർക്ക് വെള്ള വസ്തുവിൽ മഞ്ഞ നിറം തെറ്റായ ദൃഷ്ടിയാൽ കാണപ്പെടുന്നതുപോലെ എന്നാണ് ഇവിടെ പറഞ്ഞത്. കണ്ണിന്റെ ദോഷത്താലാണ്. അപ്പൊ സാധാരണ ഇങ്ങനെ പറയും, മഞ്ഞപ്പിത്തമുള്ളവർക്ക് കാണുന്നതൊക്കെ മഞ്ഞയായിട്ട് തോന്നുന്നു പറയും. ആക്ച്വലി ആ വസ്തുക്കളൊന്നും മഞ്ഞയല്ല, കണ്ണിന്റെ ദോഷമാണ്. അപ്പൊ അങ്ങനെ ആ ദോഷം കൊണ്ട് ശരിയായ ഒരു വസ്തുവിന്റെ ശരിയായിട്ടുള്ള സ്ഥായിയായ കാര്യത്തെ കാണാതെ തെറ്റായിട്ട് അവിടെ വേറൊന്ന് ആരോപിച്ച് അതിനെ കാണുന്നു. അങ്ങനെയാണ് നമ്മൾക്കിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എന്താണ്? തദ്വദ് ആത്മനി ദേഹത്വം, അതുപോലെ അജ്ഞാനത്താൽ ആത്മാവിനെ ദേഹത്തിൽ കാണുന്നു. ദേഹധർമ്മത്തെ ആത്മധർമ്മമായി കാണുന്നു. ശരീരധർമ്മത്തെ ആത്മാവിൽ കാണുന്നു. എങ്ങനെയാണോ ശുഭ്രവസ്ത്രത്തില് നമ്മുടെ കണ്ണിന്റെ കുഴപ്പം കൊണ്ടോ നോട്ടത്തിന്റെ കുഴപ്പം കൊണ്ടോ മഞ്ഞ നിറത്തെ കണ്ടുകൊണ്ട് ചിലർ കാണുന്നത്, അതുപോലെ ശരീരധർമ്മത്തെ ആത്മാവിൽ കാണുന്നു. അടുത്ത് ചക്ഷുർഭ്യാം, അത് ആ ശ്ലോകമാണ്, ഓർഡർ മാറിയിരിക്കുന്നത്. ചക്ഷുർഭ്യാം ഭ്രമശീലാഭ്യാം സർവം ഭാതി ഭ്രമാത്മകം തദ്വദാത്മനി ദേഹത്വം പശ്യത്യജ്ഞാനയോഗതഃ. ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ്. ഇത്രയും ഉദാഹരണങ്ങൾ പറയുന്നത് നമുക്ക് ഏതെങ്കിലും നമ്മുടെ മനസ്സിൽ വേഗം ഓർമ്മ വരണം. അതിന് വേണ്ടിയിട്ടാണ്. ചക്ഷുർഭ്യാം ഭ്രമശീലാഭ്യാം
സർവം ഭാതി ഭ്രമാത്മകം തദ്വദാത്മനി ദേഹത്വം പശ്യത്യജ്ഞാനയോഗതഃ. നമ്മുടെ നേരത്തെ പറഞ്ഞു, പ്രമാണത്തിൽ ദോഷം ഏർപ്പെട്ടാൽ, നമ്മുടെ പ്രമാണത്തിൽ ഏതിനെയാണോ നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത് ആ ഇൻസ്ട്രുമെന്റിൽ, ആ പ്രമാണത്തിൽ ദോഷം ഏർപ്പെട്ടാൽ നമ്മുടെ പ്രമയിലും നമുക്ക് കിട്ടുന്ന അറിവിലും ആ ജ്ഞാനത്തിലും അതിലും ദോഷം വരും. ഏത് ഇൻസ്ട്രുമെന്റ് ആണോ ഉപയോഗിക്കുന്നത് ആ ഇൻസ്ട്രുമെന്റിന് ദോഷമുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അറിവിനും ദോഷം വരും. അതാണ് ഇവിടെ പറയുന്നത്. വിപരീതമായ അറിവ് വരികയും ചെയ്യും. ശരിയായിട്ടുള്ള അറിവ് കിട്ടില്ല എന്ന് മാത്രമല്ല, വിപരീതമായ അറിവുണ്ടാവുകയും ചെയ്യും. ചക്ഷുഭ്യാം ഭ്രമശീലാഭ്യാം. ഇപ്പൊ എങ്ങനെയാ പറയുന്ന ശീലം, അതായത് ഒരു ക്യാരക്ടർ, ഒരു നേച്ചർ, ശീലം. ഭ്രമം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ദോഷം ഉണ്ടാവും. ഭ്രമിക്കുക, ദോഷം കാണുക. ചക്ഷുഭ്യാം, രണ്ടു കണ്ണുകൾ. ദോഷത്തോടു കൂടിയ രണ്ട് കണ്ണുകളാൽ നോക്കുമ്പോൾ, രണ്ട് കണ്ണുകളാൽ കാണുമ്പോൾ. ചക്ഷുഭ്യാം, രണ്ട് കണ്ണുകളാൽ. ഭ്രമശീലാഭ്യാം, ദോഷങ്ങളുള്ള, ശരിയല്ലാത്ത ദൃഷ്ടിയുള്ള, ദോഷമുള്ള രണ്ട് കണ്ണുകളാൽ കാണുമ്പോൾ ഭ്രമാത്മകം സർവം ഭാതി. ഭ്രമാത്മകം സർവം ഭാതി, എല്ലാം ദോഷത്തോടു കൂടിയതായിട്ട് കാണപ്പെടുന്നു. കണ്ണിന് കുഴപ്പമുണ്ടെങ്കിൽ കാണുന്നതെല്ലാം കുഴപ്പമായിരിക്കുമല്ലോ, സംശയമില്ലല്ലോ. അപ്പൊ കണ്ണിന്റെ കുഴപ്പമാണ്, വസ്തുക്കളുടെ കുഴപ്പമല്ല. കാണുന്ന വസ്തുക്കളൊക്കെ അതുപോലെ തന്നെ ഇരിക്കും. പക്ഷെ നമ്മുടെ കാഴ്ചയിൽ, നമ്മുടെ ഉള്ളിലേക്ക് അത് കാണപ്പെടുന്നതെല്ലാം ദോഷമായിട്ട് കാണുന്നു, ശരിയല്ലാതെ കാണുന്നു, തെറ്റായിട്ട് കാണുന്നു. കാരണം കണ്ണിന്റെ ദോഷം. നമ്മൾ പറയാറില്ല എന്റെ നോട്ടത്തിന്റെ കുഴപ്പമാണെന്ന് നമ്മൾ സമ്മതിക്കുവോ? ഇല്ല. ഞാൻ കണ്ടതാണെന്ന് പറയും. നമ്മുടെ കണ്ണിന്റെ ചെറിയ പ്രശ്നം കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. പക്ഷെ നമ്മള് പറയാറില്ല എന്റെ നോട്ടത്തിന്റെ കുഴപ്പമാണ് എന്ന്. അതുപോലെ ദേഹധർമ്മത്തെ ആത്മാവിൽ കാണുന്നു അജ്ഞാനം കൊണ്ട്. പക്ഷെ നമ്മൾ ആ അജ്ഞാനത്തെ നമ്മൾ സമ്മതിക്കില്ല. എന്റെ അജ്ഞാനം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നതെന്ന് നമ്മൾ സമ്മതിക്കില്ല. അത് തിരിച്ചറിയാം. ദോഷം കൊണ്ട്, രണ്ട് കണ്ണുകൾ കൊണ്ടും കണ്ണിന്റെ ദോഷം കൊണ്ട് നമ്മൾ കാണുമ്പോൾ ഒരു വസ്തുവിനെ ശരിയായ രീതിയിൽ അല്ലാതെ കാണുന്നു, തെറ്റായ കാണുന്നു, ദോഷത്തോടുകൂടി കാണുന്നു. അതുപോലെ ശരീരധർമ്മത്തെ ആത്മാവിലും കാണുന്നു. അടുത്ത ശ്ലോകം. അലാതം ഭ്രമണേനൈവ വർത്തുലം ഭാതി സൂര്യവത് തദ്വദാത്മനി ദേഹത്വം പശ്യത്യജ്ഞാനയോഗതഃ. അലാതം ഭ്രമണേനൈവ വർത്തുലം ഭാതി സൂര്യവത് തദ്വദാത്മനി ദേഹത്വം തത്വദാത്മനി ദേഹത്വം പശ്യത്യജ്ഞാനയോഗതഃ. വീണ്ടും ഒരു ഉദാഹരണം കൂടെ വരുന്നു. ചില സമയം പ്രമാണമൊക്കെ ആയിരിക്കും. ഇപ്പൊ പ്രമാണം എന്ന് പറഞ്ഞാൽ കണ്ണ്, എന്താ പറയുക, പ്രത്യക്ഷ പ്രമാണം എന്ന് പറയുമ്പോൾ കണ്ണും നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഉപയോഗിച്ച് നോക്കുമ്പോൾ പ്രത്യക്ഷ പ്രമാണം. അപ്പോ അതൊക്കെ ആയിരിക്കും. കാണപ്പെടുന്ന വസ്തുവില് ചില ട്രിക്കുകൾ ഉപയോഗിക്കും ചില ആൾക്കാർ. ചില ട്രിക്കുകൾ കൊണ്ട് കാണപ്പെടുന്ന വസ്തു നമ്മള് തെറ്റിദ്ധരിച്ച് കാണും. ചില ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. നമ്മുടെ കണ്ണ് കറക്റ്റ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ കണ്ണിന് ദോഷമുള്ള കാര്യമാണ്. ഇനിയിപ്പോ കണ്ണിന് ദോഷമൊന്നുമില്ല, കണ്ണ് ഓക്കെയാണ്, കണ്ണ് കറക്റ്റാണ്, ഇന്ദ്രിയത്തിന് ഒരു തകരാറും ഇല്ല, കറക്റ്റായിട്ടാണ് ഇന്ദ്രിയം പ്രവർത്തിക്കുന്നത്. പക്ഷെ ആ ഒബ്ജക്റ്റ്, നമ്മൾ കാണുന്ന വസ്തുവില് ചില ട്രിക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. അതിനാൽ പ്രമാണത്തിലും ദോഷം പാടില്ല, വസ്തുവിലും ദോഷം പാടില്ല. എന്നാലേ ശരിയായ അറിവ് കിട്ടുള്ളൂ. പ്രമാണത്തിന്റെ ദോഷം നേരത്തെ പറഞ്ഞു. ഇനിയിപ്പോ പറയുന്നു പ്രമാണത്തിൽ മാത്രം ദോഷമില്ലാതിരുന്നാൽ പോരാ, വസ്തുവിലും ദോഷം ഉണ്ടാകാൻ പാടില്ല. വസ്തുവിൽ എന്തെങ്കിലും കൽപ്പിക്കൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് തെറ്റായ അറിവിനെ തരും. പ്രമേയത്തിലെ ട്രിക്ക് അതുപോലെ ആണ്. ശരീരമാണ് ഞാൻ എന്ന അനുഭവം നമുക്ക് തരുന്നത് തെറ്റായിട്ടാണ് തരുന്നത്. ശരീരം വേദന അനുഭവിക്കുമ്പോൾ മിഥ്യ എന്ന് പറഞ്ഞ ആരെങ്കിലും സമ്മതിക്കുമോ? ഇല്ല. അനുഭവം സത്യമല്ലേ എന്ന് പറയും. പക്ഷെ അല്ല എന്നാണ് ഉദാഹരണം പറയുന്നത്. അനുഭവം സത്യമല്ലേ, നേരത്തെ നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അനുഭവം സത്യമല്ല
നേരത്തെ അതിനെ വളരെ വിശദമായിട്ട് ആചാര്യസ്വാമിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊരു തോന്നൽ മാത്രമാണ് എന്നുള്ളത്. അപ്പോ ഈ ഉദാഹരണത്തിൽ എന്താ പറയണേ? അലാതം. അലാതം എന്ന് പറഞ്ഞാൽ തീപ്പന്തം. അലാതം എന്ന് പറഞ്ഞാൽ തീപ്പന്തം. ഭ്രമണം എന്ന് പറഞ്ഞാൽ ചുറ്റൽ. തീപ്പന്തം, അലാതം, ഭ്രമണം എന്ന് പറഞ്ഞാൽ ചുറ്റൽ, ചുറ്റിക്കൊണ്ടിരിക്കുക. തീപ്പന്തത്തെ വേഗത്തിൽ ചുറ്റിയാൽ എന്താ ഉണ്ടാവുക? ഒരു പന്തം കയ്യിലെടുത്തിട്ട് ചെറിയ വടിയിൽ പന്തം കെട്ടിയിട്ട് കത്തിച്ചിട്ട് അതിനെ നല്ല സ്പീഡിൽ ചുറ്റിയാൽ നമുക്ക് എന്താ കാണുക? ഒരു വൃത്തമായിട്ട് കാണാം. തീയുടെ ഒരു വൃത്തം കാണാം, അല്ലേ? ശ്രദ്ധിച്ചു നോക്കുക, ആലോചിച്ച് നോക്കുക. കയ്യില് ഒരു ചെറിയ പന്തം കൊളുത്തിയിട്ട് ഒരു നൂലിലോ മറ്റോ ചുറ്റിയിട്ട് അതിനെ കറക്കിയാൽ, നന്നായിട്ട് സ്പീഡിൽ കറക്കിയാൽ എന്തുണ്ടാവും? ഒരു വൃത്താകൃതി കാണും, വൃത്തം ആയിട്ട് കാണാം. വർത്തുലം, അതാണ് വർത്തുലം. അലാതം ഭ്രമണേനൈവ് വർത്തുലം ഭാതി സൂര്യവത്. വർത്തുലം ഭാതി സൂര്യവത്, സൂര്യനെ പോലെ തോന്നുന്നു. വട്ടത്തില് ആ തീ ഇങ്ങനെ ഒരു സൂര്യനെ പോലെ വട്ടത്തിൽ കാണും. ശരിക്കും അങ്ങനെയാണോ? അത് വട്ടമാണോ? അല്ല, ഒരു തീപ്പന്തമേ ഉള്ളൂ. ആ തീപ്പന്തത്തെ സ്പീഡിൽ കറക്കുമ്പോ അതൊരു വട്ടത്തിൽ സൂര്യനെ പോലെ ഭാതി, അതുപോലെ തോന്നുന്നു. സൂര്യനെ പോലെ തോന്നുന്നു, പക്ഷെ സൂര്യനല്ലോ. സത്യമാണോ അത്? സൂര്യനാണോ? അല്ല, അതൊരു തീപ്പന്തം മാത്രമാണ്. പക്ഷെ സ്പീഡിലുള്ള അതിന്റെ മൂവ്മെന്റ് കൊണ്ട്. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് ആണ്. കണ്ണ് കറക്റ്റാ, കണ്ണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിയാണ്. അത് സ്പീഡിലാവുമ്പോൾ ഒബ്ജക്റ്റിനെ കൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതിനെ സ്ഥിരമായിട്ട് അവിടെ നിർത്താതെ അതിനെ കണ്ടമാനം ചലിപ്പിച്ചു കഴിഞ്ഞപ്പോ എന്തുണ്ടായി? അത് ഒരു വൃത്താകൃതിയിൽ സൂര്യനെ പോലെ തോന്നി. അതുപോലെ ദേഹധർമ്മത്തെ ആത്മാവിൽ കാണുന്നതും ശരിയല്ല. ദേഹധർമ്മത്തെ ആത്മാവിൽ കാണുന്നു, അതും ശരിയല്ല. അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു. അടുത്ത വേറെ ഒരു ഉദാഹരണം വരുന്നു അടുത്ത ശ്ലോകത്തില്. മഹത്വേ സർവവസ്തൂനാം അണുത്വം ഹ്യതി ദൂരതഃ. മഹത്വേ സർവവസ്തൂനാം അണുത്വം ഹ്യതി ദൂരതഃ. തദ്വദാത്മനി ദേഹത്വം പശ്യത്യജ്ഞാനയോഗതഃ. മഹത്വേ സർവവസ്തൂനാം അണുത്വം ഹ്യതി ദൂരതഃ. തദ്വദാത്മനി ദേഹത്വം പശ്യത് അജ്ഞാനയോഗതഃ. ഒരു വസ്തു വലുതോ ചെറുതോ എന്ന് ചോദിക്കുമ്പോൾ, ഇത് വളരെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒരു വസ്തു വലുതോ ചെറുതോ എന്ന് ചോദിക്കുമ്പോൾ അതിന് അബ്സല്യൂട്ട് ആൻസർ കിട്ടില്ല. ശരിക്കും ഒരു വസ്തു ചെറുതോ വലുതോ നമ്മൾ പറയും, പക്ഷെ അബ്സല്യൂട്ട് അല്ലത്. മുഴുവനായ മറുപടി ശരിക്കും ഇല്ല. ഒരു വസ്തു വലുതോ ചെറുതോ എന്ന് ചോദിക്കുമ്പോൾ അത് വലുതാണ്, ഇത് ചെറുതാണ് എന്ന് നമ്മൾ സാധാരണ പറയുമെങ്കിലും അത് കറക്റ്റ് അല്ല. ഇപ്പൊ ചുണ്ടലിയെ നോക്കിയിട്ട് അത് ചെറുതാണോ വലുതാണോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? എന്ത് പറയും നമ്മൾ? ചുണ്ടലി ചെറുതോ വലുതോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഒറ്റ വാക്കില് ചെറുത് എന്ന് പറയും. എന്നാൽ അതിനെ കണ്ണിന്റെ തൊട്ടടുത്ത് അതിനെ പിടിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ചെറുതായിട്ടിരിക്കുമോ വലുതായിട്ടിരിക്കുമോ? അപ്പൊ എന്തായിരിക്കും? അത് വലുതായിട്ട് തോന്നും. കണ്ണിന്റെ തൊട്ടടുത്ത് ആദ്യം ചെറുതിനെ ചുണ്ടരിയെ കാണിക്കാതെ ഒരാളുടെ അടുത്ത് കണ്ണടച്ചിക്കാൻ പറയുക. കണ്ണിന്റെ നേരെ തൊട്ട് മുമ്പിൽ കൊണ്ടുവന്ന് പിടിച്ചിട്ട് ഇതിപ്പോ ഞാൻ കാണിക്കുന്ന ഈ എലി ചെറുതാണോ വലുതാണോ എന്ന് ചോദിച്ചാൽ അയാൾ എന്ത് പറയും? വലുതാണോ എന്ന് പറയും. പിന്നെ അതിനെ ദൂരെ നീക്കിക്കൊണ്ട് വെച്ച് കാണിക്കുമ്പോൾ എന്ത് പറയും? അത് ചെറുതാണ് എന്ന് പറയും. അപ്പോ അത് ചെറുതാണോ വലുതാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? പറ്റില്ല. കണ്ണിന്റെ തൊട്ടടുത്ത് വെച്ച വലുതായിട്ട് തോന്നും, ദൂരം പോകും തോറും ചെറുതായിക്കൊണ്ടേയിരിക്കും. ആനയെ അടുത്ത് കാണുമ്പോ എങ്ങനെയുണ്ട്? വളരെ വലുതല്ലേ ആന? വളരെ വലുതാണ്. ഈ ചുണ്ടലിയുടെ കാര്യം ഏറ്റവും ചെറുതെന്ന് പറഞ്ഞ പോലെ ആനയെ അടുത്ത് കാണുമ്പോൾ വളരെ വലുത്. ദൂരെ പോയാലോ, ദൂരെ ഒരാനയെ കാണുമ്പോഴോ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചെറുതാ, ദേ ദൂരെ കാണുന്നു, ചെറുതായിട്ട് കാണുന്നുണ്ടല്ലോ, നോക്കൂ എന്ന് പറയും. അപ്പൊ ഇതൊരു റിലേറ്റീവ് ആൻസർ ആണ്. ശരിയായിട്ടുള്ളൊരു ആൻസർ അല്ല, റിലേറ്റീവ് ആണ്. ചെറുതും വലുതുമാകാം, അല്ലേ? അടുത്ത് വരുമ്പോൾ വലുതായിട്ടും തോന്നാം, ദൂരെ പോകുമ്പോൾ ചെറുതായിട്ടും തോന്നാം. ശരിക്കും അതൊരു ചെറുത് വലുത് എന്നുള്ളൊരു പേര് അവിടെ കൊടുക്കാൻ പറ്റില്ല.
അപ്പോ വലുത് എന്ന് മനസ്സിൽ തീർച്ചപ്പെടുത്തിയ വസ്തുവില് ആ വസ്തു ദൂരത്തായി കാണുന്നു. മനസ്സില് അടുത്ത് വലുത് എന്ന് തീർച്ചപ്പെടുത്തി. ആന അടുത്ത് വലുതെന്ന് തന്നെ തീർച്ചപ്പെടുത്തി. അതിനെ ദൂരെ കാണുമ്പോൾ ചെറുത്. അപ്പൊ മനസ്സിൽ വലുത് എന്ന് തീർച്ചപ്പെടുത്തിയ ഒരു വസ്തു ദൂരെ കാണുമ്പോൾ ചെറുതായിരിക്കുന്നു. അപ്പോ ലോകത്തിന് കൊടുത്തിരിക്കുന്ന അഡ്ജക്റ്റീവ് എല്ലാം തന്നെ ശരിയല്ല എന്നാണ് ആചാര്യൻ പറയുന്നത്. ലോകത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങളൊന്നും ശരിയല്ല എന്ന് ആചാര്യസ്വാമി പറയുകയാണ്. മഹത്വേ സർവവസ്തുനാം, മഹത്വേ സർവവസ്തുവിനും, ചില വസ്തുക്കളെ വളരെ വലിയത് എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തി വെച്ചിരിക്കുന്നു. പർവ്വതം, അങ്ങനെ കടല്, ഇങ്ങനെ പലതിനും വളരെ വലുത് 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 എന്ന് നമ്മൾ പറയാം. കുറെ സാധനങ്ങളെ, പ്രപഞ്ചത്തിലെ ഒത്തിരി കാര്യങ്ങളെ, ലോകത്തിലെ ഒത്തിരി വസ്തുക്കളെ നമ്മൾ എന്ത് പറയാറുണ്ട്? വളരെ വലുത് എന്ന് പറയാറുണ്ട്. ആ വളരെ വലുത് എന്ന് നമ്മൾ പറയുന്ന ആ വസ്തുക്കളെല്ലാം അണുത്വം അതിദൂരതഃ. ആരാണ്? മഹത്വേ സർവവസ്തൂനാം അണുത്വം അതിദൂരതഃ. അത് ദൂരത്തിലിരിക്കുമ്പോ അണുവായി ചെറുതായി ഇരിക്കുന്നു. അല്ലെ? നമ്മളൊക്കെ വലുത് വലുത് എന്ന് പറഞ്ഞത് നമ്മൾ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ എന്താണ്? എല്ലാം ചെറുതാ. അല്ലെ? 25 നില 50 നിലയുള്ള കെട്ടിടം, ഭയങ്കര വലിയ കെട്ടിടം എന്ന് നമ്മൾ പറയും. പ്ലെയിനിൽ കയറി അങ്ങ് ദൂരെ നിന്ന് നോക്കുമ്പോഴോ ചെറിയ കെട്ടിടം. അല്ലെ? പുഴ, മലകള് എല്ലാം ചെറുതായിട്ട് തോന്നും ആകാശത്തില്. നമ്മൾ വിമാനത്തിൽ പ്ലെയിനിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ. അതേമാതിരി ഒരു മല അടുത്ത് നിൽക്കുമ്പോൾ വലിയ മലയാണ്. നമ്മൾ ദൂരെ പോയി കഴിയുമ്പോഴോ അങ്ങ് ദൂരെ അതാ കാണുന്നില്ല, അതാണ് മല എന്ന് പറയും. അപ്പൊ വലുതാണോ ചെറുതാണോ? കാണുമ്പോൾ ചെറുതാണ്, അടുത്ത് ചെല്ലുമ്പോൾ വലുതാണ്. അപ്പോ ദൂരത്തിലിരിക്കുമ്പോ അണുവായിരിക്കുന്നു, ചെറുതായിരിക്കുന്നു. അതുപോലെ ആത്മാവിൽ ദേഹത്തെ ആരോപിക്കുന്നു. അതുപോലെ ആണ് ഈ ആത്മാവിൽ ദേഹത്തെ ആരോപിക്കല്. അതായത് ശരിയായ കാര്യമല്ല, തെറ്റായിട്ട് ആരോപിച്ചിരിക്കാന്നർത്ഥം. പലതരത്തിൽ തെറ്റായിട്ട് ആരോപിക്കാം. ഓരോ വ്യക്തിയും ഓരോ രീതിയിലാണ് ആരോപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പല ഉദാഹരണങ്ങൾ പറയുന്നത്. ആത്മാവിൽ ദേഹത്തെ ആരോപിക്കുന്നു. ഇവിടെ അണുത്വം, ചെറുതായി തോന്നുന്നത് മിഥ്യയല്ലേ? ഒരു പർവ്വതത്തെ ചെറുതായി തോന്നുന്നത് മിഥ്യയാണ്. പർവ്വതം ചെറുതല്ലല്ലോ, അല്ലെ? ശരിക്കും പറഞ്ഞാൽ പർവ്വതം വലുത് തന്നെയാണ്. പക്ഷെ ദൂരെ കാണുമ്പോൾ ചെറുതാണ്, ചെറിയ പർവ്വതമായിട്ട് തോന്നും. അപ്പൊ അവിടെ മിഥ്യയാണ്. ഒരു കാര്യം കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് വീണ്ടും കേൾക്കും, അല്ലെ? ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ വീണ്ടും കേൾക്കും. അതുപോലെ ആദ്യ നോട്ടത്തിൽ ശരിക്കും മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നോക്കും. അങ്ങനെ വീണ്ടും നോക്കണം. അതുപോലെ ആണ് തത്വങ്ങളും. എല്ലാ തത്വങ്ങളും ഇതുപോലെയാണ്. ഇപ്പൊ മിഥ്യാത്വം എന്നൊരു തത്വമുണ്ട്. എന്താണ്? ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ള തത്വം. ഈ തത്വം ഒറ്റടിക്കൊന്നും മനസ്സിലാകത്തില്ല. ഒരു പ്രാവശ്യം ഒന്നും കേട്ടാൽ യാതൊന്നും, ഒരു നല്ല 100 പ്രാവശ്യം കേട്ടാലും മനസ്സിലാകത്തില്ല. അപ്പോ മിഥ്യാത്വം മനസ്സിലാവണമെങ്കിൽ ഒരുപാട് കേട്ട് ചിന്തിച്ച് വിചാരം ചെയ്ത് വേണം മിഥ്യാത്വം മനസ്സിലാക്കാൻ. അതിനാണ് ആചാര്യസ്വാമി ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നത്. ഇപ്പൊ ഉദാഹരണങ്ങൾ മുതൽ നമുക്ക് മറന്നു കാണും. കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും ഒക്കെ ആയിട്ട്. പെട്ടെന്ന് ഓർക്കാൻ പറ്റുമോ എല്ലാം? ഇല്ല, നമ്മൾ മറന്നുപോകും. വീണ്ടും പേജ് മറിച്ച് നോക്കി പഴയ ഇതൊക്കെ നോക്കി ഓരോന്നും നോക്കി വരുമ്പോൾ വീണ്ടും ഓർമ്മ വരും. അങ്ങനെ എത്രയോ പ്രാവശ്യം അഭ്യാസം ചെയ്താലേ ഇത് മനസ്സിൽ ഉറയ്ക്കുകയുള്ളൂ, അല്ലാതെ ഉറക്കില്ല. അത്രയും സങ്കീർണമാണ് ആധ്യാത്മിക വിദ്യ. എളുപ്പമല്ല. വേദാന്തം മനസ്സിലാകൽ എളുപ്പമല്ല. അഹം ബ്രഹ്മാസ്മി എന്ന് മനസ്സിലാകുന്നത് എളുപ്പമല്ല. ഒത്തിരി കടമ്പകൾ കടക്കാനുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നവരാണ്. അതുകൊണ്ടാണ് ഇത്രയും ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്ന് ആചാര്യസ്വാമി കരുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആചാര്യസ്വാമി ഇത്രയും ഉദാഹരണങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത്രയും ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരുവിധം കാര്യങ്ങൾ ക്ലിയർ ആവും എന്നുള്ള കണക്കൂട്ടൽ തന്നെയാണ് ആചാര്യസ്വാമി വെച്ചിരിക്കുന്നത്. അടുത്ത ഉദാഹരണം, സൂക്ഷ്മത്വേ സർവവസ്തൂനാം സ്ഥൂലത്വം ചോപനേത്രതഃ തദ്വദാത്മനി ദേഹത്വം പശ്യത്യജ്ഞാനയോഗതഃ. 81-ാമത്തെ ശ്ലോകം. സൂക്ഷ്മത്വേ സർവവസ്തൂനാം
സ്ഥൂലത്വം ചോപനേത്രതഃ തദ്വദാത്മനി ദേഹത്വം പശ്യത്യജ്ഞാനയോഗതഃ. എന്താ അവിടെ പറയുന്നേ? ഒരു വസ്തു വലുത്, കഴിഞ്ഞ ശ്ലോകത്തില് ഒരു വസ്തു വലുത് എന്ന് നമുക്ക് പൊതുവെ അറിയാം. അതേ വസ്തു കുറെ ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ ചെറുതായി കാണാം എന്ന് കഴിഞ്ഞതിൽ പറഞ്ഞു അല്ലെ? കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഒരു വസ്തു വലുത് എന്ന് നമുക്ക് പൊതുവെ അറിയാം. അതേ വസ്തുവിനെ ദൂരത്തിൽ നിന്ന് നോക്കുമ്പോൾ ചെറുതായി കാണുന്നുമുണ്ട്. ഇവിടെ ഈ ശ്ലോകത്തില് അണുത്വം ആണ് മിഥ്യ. ഇവിടെ ശ്ലോകത്തിൽ അണുത്വം, നേരത്തെ 80ാമത്തെ ശ്ലോകത്തില് അണുത്വമാണ് വിദ്യ. ആക്ച്വലി വസ്തു വലുതാണ്, പക്ഷെ ദൂരെ കാണുമ്പോൾ അത് ചെറുതായി കാണുന്നു. ആ അണുത്വം, ആ ചെറുത് എന്ന തോന്നല്, അതാണ് മിഥ്യ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇവിടെ നമ്മുടെ വീട് വലുതാണ്, നാം അതിൽ താമസിക്കുന്നു. മുകളില് വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ വീട് അണു അല്ലെ? വലിയ വീടാണ്, നമ്മൾ വലിയ വീട്ടിലാണ് താമസിക്കുന്നത്. എങ്ങനെയുണ്ട് വീട്? ആ വലിയ വീടാണ്, ഈയിടെ പണിതാണ്, 5000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, വലിയ വീടാണ്. ശരി. മുകളിൽ പ്ലെയിനിൽ പോകുമ്പോൾ നോക്കുമ്പോഴോ വീട് അണുവാണ്, ചെറുതാണ്. അപ്പോ ഇവിടെ ഏതാ മിഥ്യ? നമ്മൾ വീട്ടിൽ താമസിക്കുന്നതാണ്, വീട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, 5000 സ്ക്വയർ ഫീറ്റിന്റെ വീട് കെട്ടിയതാണ്, വീട് വലുതാണ്. ദൂരേന്ന് മോളിൽ നിന്ന് നോക്കിയപ്പോ എന്തായി? ചെറുതായി. ഇവിടെ എന്താണ് ശരിക്കും മിഥ്യാത്വം? അണുത്വമാണ്. അപ്പൊ രണ്ട് കാര്യത്തിലും അണുത്വമാണ്. നേരത്തെ പറഞ്ഞതില് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യങ്ങളാണത്. അപ്പൊ അങ്ങനെ തദ്വത് ആത്മനിദേഹത്വം, അങ്ങനെ അതുപോലെ ശരീരധർമ്മത്തെ ആത്മാവിൽ കാണുന്നു അജ്ഞാനത്താൽ. പിന്നെ ചില വസ്തുക്കള് സാധാരണയായി നമുക്ക് നമ്മുടെ നോട്ടത്തില് ചെറുതായി ഇരിക്കും. സൂക്ഷ്മത്വേ സർവവസ്തൂനാം സ്ഥൂലത്വം ചോപനേത്രതഃ. നേരെ തിരിച്ചു പറയാൻ പോവാണ്. ചില വസ്തുക്കൾ സാധാരണയായി നമുക്ക് നമ്മുടെ നോട്ടത്തിൽ ചെറുതായി സൂക്ഷ്മമായി ഇരിക്കും, എന്നാൽ ലെൻസ് വെച്ച് നോക്കിയാൽ അത് വളരെ വലുതായി കാണുകയും ചെയ്യും അല്ലെ? ലാബറട്ടറിയിലൊക്കെ എന്താ ചെയ്യുന്നത്? ഓരോ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ രോഗാണുക്കളെ കാണും. നമ്മുടെ നമുക്ക് കാണില്ല, സൂക്ഷ്മനേത്രങ്ങൾക്ക് അത് കാണാം. സൂക്ഷ്മമായിട്ടുള്ള ഒരു രീതിയാണ് ഇരിക്കുന്നത്. ആ രോഗാണുക്കളൊക്കെ സൂക്ഷ്മമാണ്. അതിനെ എങ്ങനെയാ കാണുന്നത്? അതിനെ ലെൻസ് വെച്ചാണ് കാണുന്നത് അല്ലേ? അവരിങ്ങനെ ഒരു ലെൻസ് വെച്ച് നോക്കിയിട്ടാണ് ഇത് പഠിക്കുന്നതും കാര്യങ്ങളും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതും എല്ലാ സാധനങ്ങളും ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് വെക്കുന്നത് ആ സൂക്ഷ്മമായിട്ടുള്ളതിനെ വലുതായി കാണിക്കുന്ന ഒരു യന്ത്രത്തിന്റെ താഴെ വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ വളരെ വലുതായിട്ട് കാണുകയും ചെയ്യും. സർവഭാവാനാം സർവവസ്തൂനാം. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ സർവഭാവാന എന്നുണ്ട്, ചില പുസ്തകങ്ങളിൽ സർവഭാവാന എന്നുണ്ട്, ചില പുസ്തകങ്ങളിൽ കേട്ടോ. സർവവസ്തൂനാം സൂക്ഷ്മത്വേ, ചില വസ്തുക്കൾ ചെറുതായി ഇരുന്നാലും നമുക്ക് വലുതായി കാണാം. സ്ഥൂലത്വം ദർശിക്കാം. എങ്ങനെ? ഈ ലെൻസിൽ കൂടെ. ഉപനേത്രതഃ ആണ്, ലെൻസിനാണ് ഉപനേത്രം എന്ന് പറഞ്ഞ ഇവിടെ. ഉപനേത്രതഃ ച ഉപനേത്രതഃ, സ്ഥൂലത്വം ച ഉപനേത്രതഃ ആണ്. സ്ഥൂലത്വം ചോപനേത്രതഃ എന്ന ച ഉപനേത്രതഃ ആണ് ചോപനേത്രതഃ. അപ്പൊ ശരിക്കും വളരെ സൂക്ഷ്മമായ രോഗാണുക്കൾ പോലെ നമ്മൾ കാണുന്നത് ഈ ഉപനേത്രം കൊണ്ട് വലുതായിട്ട് കാണും. വലുതായി കാണുന്ന കണ്ണട അല്ലെ, ലെൻസ്, അതിൽ കൂടി നോക്കുമ്പോൾ വലുതായിട്ട് കാണും. അപ്പൊ നമ്മുടെ കണ്ണ് ലെൻസിനോട് സംബന്ധം വെക്കുമ്പോൾ വളരെ ചെറുതായ ഒരു വസ്തുവാണെങ്കിലും അതിനെ വലുതായി നമ്മൾക്ക് കാണപ്പെടും, വളരെ വലുതായിട്ട് കാണുന്നു. ഇവിടെ എന്തിനാണ് മിഥ്യാത്വം? ആക്ച്വലി ഇത് വലുതാണോ? അല്ല, സൂക്ഷ്മമാണ്. പക്ഷെ ലെൻസിന്റെ സഹായത്തോടെ നോക്കുമ്പോൾ അത് വളരെ വലുതായി കാണുന്നു. അപ്പൊ ഈ ഉദാഹരണത്തിൽ എന്താ ശരിക്കും? നേരത്തെ ഉദാഹരണത്തില് വലിയ ഒരു വീട് അല്ലെങ്കിൽ പർവ്വതം ദൂരേന്ന് കാണുമ്പോൾ ചെറുതായി, അപ്പൊ ആ ചെറുത് എന്നുള്ള തോന്നല് മിഥ്യാത്വം. ഇവിടെ ചെറിയ രോഗാണുക്കളെയും അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ മൈക്രോസ്കോപ്പിൽ കൂടി അഥവാ ലെൻസിൽ കൂടി നോക്കുമ്പോൾ അതിനെ വലുതായി കാണുന്നു. അപ്പൊ ഈ വലുത് ആക്ച്വലി ശരിയാണോ? അല്ല, അത് മിഥ്യയാണ്, അത് മിഥ്യാത്വമാണ്. വലുതുപോലെ തോന്നുന്നു, പക്ഷെ വലുതല്ല.
ചെറുതുപോലെ തോന്നുന്നു, പക്ഷെ ചെറുതല്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മിഥ്യാത്വം ഉണ്ട്. അപ്പൊ ഈ ഉദാഹരണം കൂടി എന്താ മനസ്സിലാക്കണേ? ഏത് പ്രമാണം മൂലം ജ്ഞാനം ലഭിക്കുന്നുവോ അതേ പ്രമാണത്തെ തെറ്റായി ഉപയോഗിക്കുമ്പോൾ വിപരീത ജ്ഞാനം ഉണ്ടാകുന്നു. കണ്ണെന്നുള്ള പ്രമാണം തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോ കണ്ണ് തന്നെ ലെൻസിൽ കൂടെ നോക്കുമ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമായി കാണിച്ചു തരുന്നു. അങ്ങനെ മിഥ്യ എന്നറിയുവാൻ അനുഭവങ്ങൾ പലതുണ്ട് എന്ന ഉദാഹരണങ്ങളിലൂടെ ശങ്കര ഭഗവത്പാദർ നമുക്കിത് കാണിച്ചു തരുന്നു. ഇപ്പോ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ അനുഭവം എല്ലാം സത്യമല്ല എന്നതാണ്. നാം അനുഭവിക്കുന്നുണ്ട്, അത് മിഥ്യയാണ്, സത്യമല്ല. അല്ലെ, ഇതെല്ലാം അനുഭവമല്ലേ? ഓടിക്കൊണ്ടിരിക്കുന്ന വസ്തു, ഒരു ബോട്ടിലിരിക്കുക അല്ലെങ്കിൽ ട്രെയിനിൽ പോകുമ്പോൾ ചുറ്റിലുള്ള വസ്തുക്കൾ തിരിയുന്നു, കറങ്ങുന്നു, ഓടുന്നത് പോലെ തോന്നുന്നു. ചെറിയ ചെറിയ സാധനങ്ങളെ വലുതായിട്ട് തോന്നുന്നു, വലിയ വസ്തുക്കളെ ദൂരം കൊണ്ട് ചെറുതായിട്ട് തോന്നുന്നു പ്രമാണം കൊണ്ട്. കണ്ണിന്റെ കുഴപ്പം കൊണ്ട് നല്ല ശുഭ്രവസ്തുക്കളെ പോലും മഞ്ഞയായിട്ട് കാണുന്നു. ഇങ്ങനെ കുറേ ഉദാഹരണങ്ങൾ ആചാര്യസ്വാമി നമുക്ക് പറഞ്ഞു തന്നു. അടുത്ത 2 ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. കാചഭൂമൗ ജലത്വം വാ ജലഭൂമൗ ഹി കാചത തദ്വദാത്മനി ദേഹത്വം പശ്യത്യജ്ഞാനയോഗതഃ. കാചഭൂമൗ ജലത്വം വാ ജലഭൂമൗ ഹി കാചത തദ്വദാത്മനി ദേഹത്വം പശ്യത്യജ്ഞാനയോഗതഃ. അത് വളരെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ്. കാചഭൂമൗ, കണ്ണാടി പതിച്ച തറയിൽ. കാചഭൂമൗ എന്ന് പറഞ്ഞാൽ കണ്ണാടി പതിച്ച തറയിൽ. ജലത്വം വാ, വെള്ളം പോലെ. കണ്ണാടി പതിച്ച ഭൂമിയില്, നിലത്ത്, തറയില് വെള്ളം പോലെ തോന്നുന്നു. ആ തറയിൽ വെള്ളമുള്ള പോലെ തോന്നും. നല്ല കണ്ണാടി പതിച്ച ഒരു തറയില് നമുക്ക് വെള്ളമാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടും, അല്ലെ? നമ്മുടെ മഹാഭാരത കഥയിൽ അങ്ങനെ ഒരു ഭാഗം ഉണ്ടല്ലോ, പാഞ്ചാലി ചിരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അന്ധകാലത്തിൽ അങ്ങനെയുണ്ട്. അപ്പൊ ഇപ്പോഴും ഉണ്ട് അങ്ങനെ. ഇപ്പൊ ധാരാളം പുതിയ പുതിയ മെറ്റീരിയലൊക്കെ വന്നിട്ട് നിലത്തിൽ വെള്ളമാണെന്ന് തോന്നും ഈ തറയിൽ ഇത് പതിച്ചു കഴിഞ്ഞു. അതേപോലെ ജലഭൂമൗഹി കാചത, കുളത്തില് വെള്ളം അനങ്ങാതെ ഇരിക്കുമ്പോ അത് കണ്ണാടി പോലെ തോന്നും. വെള്ളം അനങ്ങാതെ, ഒട്ടും അനങ്ങാതെ വളരെ സ്റ്റില്ലായിട്ടിരിക്കുന്ന സമയത്ത് കണ്ണാടി പോലെ അതിനകത്ത് പ്രതിഫലനം കാണാം, അല്ലേ? നല്ല കണ്ണാടി പോലെ ഇരിക്കും, പ്രതിഫലിക്കും. കണ്ണാടിയാണോ? അല്ല, വെള്ളമാണ്. അപ്പുറത്ത് നേരത്തെ പറഞ്ഞതോ, ഭൂമിയിൽ പതിച്ചിരിക്കുന്ന ആ ടൈല്, പതിച്ചിരിക്കുന്ന ആ കണ്ണാടി, അതിനെ കണ്ണാടിയായിട്ട് തോന്നില്ല, വെള്ളമായിട്ട് തോന്നും. വെള്ളത്തെ കണ്ണാടിയായിട്ട് തോന്നും. ഇങ്ങനെ ഈ ദൃഷ്ടി കൊണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കുളത്തിലെ വെള്ളം അനങ്ങാതിരിക്കുമ്പോൾ കണ്ണാടി പോലെ ഇരിക്കുന്നു. കണ്ണാടി ഈ മുകളിൽ ഇങ്ങനെ ഒരു നല്ല മിറർ വെച്ച പോലെ തോന്നും. മാനസ സരോവരത്തിന്റെ അതിനെക്കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകത പറയുമ്പോൾ, ഏറ്റവും തെളിഞ്ഞ വെള്ളം നിറഞ്ഞത്, ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയും അവിടെ. ക്രിസ്റ്റൽ ക്ലിയർ, മാനസ സരോവരനെ പോലെ ക്രിസ്റ്റൽ ക്ലിയർ. അപ്പൊ അവിടെ കണ്ണാടി പോലെ ഇരിക്കും. ഇങ്ങനെ കണ്ണാടിയിൽ വെള്ളം തോന്നുന്നതും കുളത്തിലെ വെള്ളം കണ്ണാടി പോലെ തോന്നുന്നതും ശരിയാണോ? സത്യമാണോ? അല്ല, അത് മിഥ്യയാണ്. മിഥ്യ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മിഥ്യകൾ നമ്മൾ കാണുന്നുണ്ട്. ഇതൊരു മിഥ്യ. കണ്ണാടി, നിലത്തിൽ കണ്ണാടി കാണുന്നു, വെള്ളത്തിൽ കണ്ണാടിയെ പോലെ തോന്നുന്നു. വെള്ളമാണ്, പക്ഷെ കണ്ണാടി പോലെ തോന്നുന്നു. അത് മിഥ്യയാണ്. ശരിക്കും വെള്ളവും തറയിൽ പതിച്ച ആ കണ്ണാടിയുമാണ്. അത് വെള്ളമല്ല, വെള്ളം കണ്ണാടിയുമല്ല. പക്ഷെ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അതിനെയാണ് മിഥ്യ. ആ തോന്നലിനെയാണ് മിഥ്യ എന്ന് പറയുന്നത്. തോന്നൽ, അല്ലെ? ശരിക്കും ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ, തോന്നൽ. അത് മിഥ്യയാണ്.
അതുപോലെയാണ് ജഗത്തിനെ കാണേണ്ടത്. അത് തന്നെയാണ് ഇവിടെ ശരീരധർമ്മത്തെ ആത്മധർമ്മമായി കാണുന്നതും ഇതുപോലെയാണ്. അതൊരു തോന്നലാണ്. ശരീരധർമ്മം ആത്മധർമ്മമാണ് എന്നതൊരു തോന്നലാണ്, മിഥ്യയാണ്. ശരീരധർമ്മം ആത്മധർമ്മമല്ല, സത്യമല്ല. അടുത്ത ശ്ലോകം. യദ്വദഗ്നൗ മണിത്വം ഹി മണൗ വാവന്നിതാ പുമാൻ തദ്വദാത്മനി ദേഹത്വം പശ്യത്യജ്ഞാനയോഗതഃ. യദ്വദഗ്നൗ മണിത്വം ഹി മണൗ വാവന്നിതാ പുമാൻ തദ്വദാത്മനി ദേഹത്വം പശ്യത്യജ്ഞാനയോഗതഃ. യദ്വദ് ഇതുപോലെ, അഗ്നൗ അഗ്നിയിൽ, മണിത്വം മണിത്വം എന്ന് പറഞ്ഞാൽ രത്നം പോലെ, രത്നഭാവം. മണിത്വം എന്ന് പറഞ്ഞാൽ ഇവിടെ രത്നഭാവം. ചെറിയ ഒരു റെഡ് കളർ, ചെറിയ ഒരു റെഡ് കളർ, രത്നം പോലെ ഒരു കളർ. കനൽ കഷ്ണം അല്ലെ, കനലിന്റെ കഷ്ണം, ചെറിയ കുഞ്ഞി കനൽ കഷ്ണം രത്നം പോലെ ശോഭിക്കും. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു 2-3 തീപ്പൊരികൾ ഇങ്ങനെ കിടക്കുക എന്ന് വിചാരിക്കുക. കനൽ, തീപ്പൊരി കനലുകൾ ചെറുതായിട്ട്. അതിങ്ങനെ റെഡ് കളറിൽ കാണുമ്പോൾ എന്തുപോലെ തോന്നും? രത്നം പോലെ തോന്നും. അതുപോലെ രത്നത്തെ കണ്ടിട്ട് തീ എന്നും വിചാരിക്കാം. അങ്ങനെ ചിലപ്പോൾ തെറ്റിപ്പറ്റാറുണ്ട്. അയ്യോ, അവിടെ ചെറിയ ഒരു ചെറിയൊരു തീപ്പൊരി കാണുന്നുണ്ടല്ലോ, ഒന്ന് പോയി നോക്കാം, പെട്ടെന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ച് പോയി നോക്കാറുണ്ട്. പക്ഷെ അത് ആക്ച്വലി തീ ആയിരിക്കില്ല. എന്തെങ്കിലും തിളങ്ങുന്ന വസ്തു നമുക്ക് പെട്ടെന്ന് തീ പോലെ തോന്നിയതായിരിക്കാം. അതുപോലെ ചെറിയ കനൽ കഷ്ണത്തെ എന്തുപോലെ തോന്നാം? രത്നം പോലെയും തോന്നാം. അങ്ങനെയും സംഭവിക്കാം. നമ്മൾ തീ ഒരാളെ കത്തിച്ചിട്ട് പോയി നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല, നമ്മൾ നടന്നു പോവുകയാണ്. അപ്പോ അവിടെ ഒരു കനൽ കഷ്ണം, കുഞ്ഞി കനൽ കഷ്ണം 2 മാത്രം ബാക്കി ഉണ്ടായിരുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു തിളങ്ങുന്ന വസ്തു, ഒരു രത്നം പോലെ നമുക്ക് തോന്നാം. പിന്നെ ചെന്ന് നോക്കിക്കഴിയുമ്പോഴേക്കും മനസ്സിലാവുമല്ല എന്നുള്ളത്. പക്ഷെ തോന്നൽ, ആദ്യം ഒരു തോന്നൽ വരുന്നുണ്ടല്ലോ, ഈ തോന്നലാണ് മിഥ്യ. അതുപോലെ ആത്മാവില് ശരീരധർമ്മത്തെ കാണുന്നു. ഈ 2 പറഞ്ഞതിലും അന്യോന്യ അധ്യാസമാണ്. 2 ഉദാഹരണത്തിലും അന്യോന്യ അധ്യാസമാണ് പറഞ്ഞത്. ആദ്യത്തേലും ഈ രണ്ടാമത്തേലും അന്യോന്യ അധ്യാസം. അങ്ങോട്ടും ഇങ്ങോട്ടും അധ്യാസം വരും. കനലിനെ തീയായിട്ട് വിചാരിക്കുന്നു, ഒറിജിനൽ തീയിനെ കനലിനെ രത്നമായിട്ട് വിചാരിക്കുന്നു, ഒറിജിനൽ രത്നത്തിനെ കനലായിട്ടും വിചാരിക്കുന്നു. ഇങ്ങനെ മനസ്സിന്, നമ്മുടെ കണ്ണുകൾക്ക് തെറ്റുപറ്റാറുണ്ട്, തോന്നലുകൾ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഇത്രയും ശ്ലോകം, 83-ാമത്തെ ശ്ലോകം വരെ ഈ മിഥ്യാത്വത്തെ മനസ്സിലാക്കി തരാനായിട്ട് ശങ്കരാചാര്യസ്വാമികൾ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇത് ഓരോ ഉദാഹരണത്തെ വീണ്ടും 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 മനസ്സിൽ കൊണ്ടുവന്ന് ചിന്തിച്ച് അതിൽ കൂടി മിഥ്യാത്വത്തെ മനസ്സിലാക്കണം. ഇത് ഒരു തരം അധ്യാസമാണ്. ഇത്രയും നമ്മൾ കണ്ടത് അന്യോന്യ അധ്യാസം എന്നുള്ള രീതിയിൽ പല രീതിയിലും കണ്ടു. ഇനി ധർമ്മ അധ്യാസം എന്നുള്ള ഭാഗമാണ് അടുത്തതായിട്ട് വരുന്നത്. 84-ാമത്തെ ശ്ലോകത്തിൽ ധർമ്മ അധ്യാസം, അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പോ ആചാര്യസ്വാമി ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞത് അത്രയും മിഥ്യാത്വം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ഭഗവാൻ തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ മിഥ്യാത്വം മനസ്സിലാക്കാൻ. മിഥ്യാത്വം മനസ്സിലായാൽ മാത്രമേ സാക്ഷാത്കാരം ഉണ്ടാവുകയുള്ളൂ. ഇതെല്ലാം സത്യമാണ് എന്ന് വിചാരിച്ചിരുന്നാൽ ഒരിക്കലും ആത്മസാക്ഷാത്കാരം ഉണ്ടാകില്ല, ആത്മജ്ഞാനം ഉണ്ടാകില്ല, അഹം ബ്രഹ്മാസ്മി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ഈ ഉദാഹരണങ്ങളെല്ലാം മനസ്സിൽ നന്നായിട്ട് എടുത്തുകൊണ്ട് നിത്യജീവിതത്തിൽ പലതും കാണുമ്പോൾ ഇതേമാതിരി മിഥ്യാത്വം കാണാം. അതോടെയൊക്കെ ഓർക്കുക, ഇതേപോലെയല്ലേ ഞാൻ എൻ്റെ ശരീരത്തെ ആത്മാവായിട്ട് വിചാരിച്ചിരിക്കുന്നേ. ആക്ച്വലി ഞാൻ ആരാണ്? ഞാൻ ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരമല്ലല്ലോ, ഇത് നശിച്ചു പോകുമല്ലോ.
പക്ഷെ ഞാൻ തെറ്റായി വിചാരിച്ചിരിക്കുന്നു. ഈ വിചാരമാണ് മിഥ്യാത്വം. ഈ ശരീരമാണ് ഞാൻ എന്ന് വിചാരിച്ചിരിക്കുന്നത് മിഥ്യാത്വമാണ്. ഇതൊരു തോന്നൽ മാത്രമാണ്. ഇത് നശിച്ചു പോകും. ഇത് നശിക്കുന്നത് ഇത് കത്തിച്ചു കളഞ്ഞിട്ടോ ആ ഒരു രീതിയിലാകണമെന്നില്ല. ജ്ഞാനം വരുമ്പോൾ ഇത് നശിക്കും. അതാണ് ഇതിന് ഏറ്റവും വളരെ പ്രത്യേകതയുള്ളൊരു കാര്യം. അജ്ഞാനത്താലാണ് ഇപ്പൊ ശരീരമാണ് എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ജ്ഞാനം വരുമ്പോൾ, ശരിയായിട്ടുള്ള അറിവ് ലഭിക്കുമ്പോൾ മനസ്സിലാകും ആക്ച്വലി ഞാൻ ഈ ശരീരമല്ല, പക്ഷെ ഈ ശരീരത്തെ എന്നിൽ ഏറ്റിവെച്ചിരിക്കുന്നതാണ്. പാപപുണ്യങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളെ കൊണ്ട് ഒരു ശരീരം വന്നിരിക്കുന്നു. ആക്ച്വലി ഞാൻ ഈ ശരീരമല്ല, ഇത് മിഥ്യയാണ്, ഇത് പോവും. എപ്പോഴാണ് പാപപുണ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്? അജ്ഞാനത്തിലാണ് അതെല്ലാം വരുന്നത്. ജ്ഞാനം വരുമ്പോൾ അതൊന്നുമില്ല, ഇതെല്ലാം അവിടെ അപ്രത്യക്ഷമാകും. ഏതുപോലെ സ്വപ്നം എങ്ങനെയാണോ ജാഗ്രത്തിൽ ഒന്നുമല്ലാതായി പോയത്, സ്വപ്നവും ജാഗ്രത്തും ഒന്നുമല്ലാതായി പോയത് സുഷുപ്തിയിൽ എങ്ങനെയാണോ പോയത്, അതുപോലെ ഈ മിഥ്യാത്വം, അതായത് ശരീരം ആണ് ഞാൻ, ശരീരധർമ്മമാണ് എൻ്റെ ധർമ്മം, ശരീരമാണ് ഞാൻ എന്ന ആ ആത്മാവിൽ ശരീരത്തെ അധ്യാസം ചെയ്ത് വെച്ചിരിക്കുന്നത് ഫുള്ളായിട്ടില്ലാതെ ഉണ്ടാവും ജ്ഞാനം ലഭിക്കുമ്പോൾ. അതാണ് ജ്ഞാനത്തിൻ്റെ വിശേഷതയും. അതുകൊണ്ടാണ് ജ്ഞാനം വരാൻ വേണ്ടിയിട്ട് ഉപനിഷത്തുകൾ പഠിക്കണം, വേദാന്തം പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അത് തന്നെയാണോ? നമ്മുടെ അപരോക്ഷ അനുഭൂതിയാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപരോക്ഷ അനുഭൂതി എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനമാണ്. ആ ജ്ഞാനം വരുമ്പോഴാണ് ഈ അപരോക്ഷ അനുഭൂതി ഉണ്ടാകുന്നത്. അതെന്താണെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ കിട്ടുന്നതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരുപാട് തടസ്സങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ തടസ്സങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒരു തടസ്സമാണ് മിഥ്യാത്വത്തെ മനസ്സിലാകാതിരിക്കൽ. മിഥ്യാത്വം മനസ്സിലായാൽ ഒരു കടമ്പ കടക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ആചാര്യസ്വാമികൾ പറഞ്ഞു തന്നത്. അത് നമ്മുടെ മനസ്സിൽ നന്നായിട്ട് പതിയട്ടെ. അതിനെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, ഭഗവാൻ ബാബ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമുക്കിവിടെ സമാപിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം. അടുത്ത ദിവസം നമുക്ക് വീണ്ടും സായിരാം സാർ. സായിരാം സാർ. സായിരാം സായിരാം. സായിരാം സാർ.